മനസാന്നിധ്യത്തിൽ ജീവിക്കുക എളുപ്പമാണെന്ന് തോന്നുന്നില്ല. യൗസേപ്പിതാവ് തൻ്റെ മനസാന്നിധ്യത്തിൽ ജീവിച്ചതുകൊണ്ട് സ്വസ്ഥതയ്ക്ക് പകരം അസ്വസ്ഥതകളാണ് സ്വന്തമാക്കിയത്. ഗർഭിണിയായ ഒരുവളെ തൻ്റെ ജീവിതത്തിലെ പങ്കാളിയായി സ്വീകരിക്കേണ്ടി വന്ന ഗതികേട്, അവളിൽ നിന്നും ജനിച്ച കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ പരദേശിയായി തീർന്ന പലായനങ്ങൾ, കാലങ്ങൾക്കു ശേഷം വീണ്ടും സ്വന്തം ദേശത്ത് തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നതും ഒരു പരദേശിയുടെ പ്രതിച്ഛായയായിരുന്നു. സ്വന്തം ദേശത്ത് പോലും അന്യനായി ഗണിക്കപ്പെടുന്ന നൊമ്പരത്തിനിടയിലും തന്നെ ഏൽപ്പിച്ച കുഞ്ഞു ജന്മത്തിൻ്റെ ജീവൻ ഒന്നിനും വിട്ടുകൊടുത്തില്ല എന്ന ദൗത്യപൂർത്തീകരണത്തിൻ്റെ മൗനസന്തോഷം യൗസേപ്പിന് സ്വന്തം. മനസാന്നിധ്യത്തിൽ ജീവിക്കുകയെന്നാൽ ദൗത്യപൂർത്തീകരണത്തിനായി നിലകൊള്ളുക എന്നർത്ഥം. എ മൊബൈൽ ചലഞ്ച്. മനസാന്നിധ്യത്തിൻ്റെ ആദ്യപടിയായി ഈയൊരു ദിവസമെങ്കിലും നമ്മളുടെ സ്ക്രീൻ ടൈം അല്പം കുറഞ്ഞിരുന്നുവെങ്കിൽ ഒരാശംസയും പ്രാർത്ഥനയും.